ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ഒരു കൂന്തൽ നിറച്ചാട്ടോ. അരക്കതാ ചെറിയ അരി ഇല്ലേ, അത് നല്ല വെള്ളം പോലെ തോർന്നിട്ട് മിക്സിയിലിട്ട് അരച്ചാട്ടോ. അതും ഉണ്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതങ്ങോട്ട് ഇരിക്കട്ടെ. അതിന് ശേഷം ഇതാ ചെറിയ ഉള്ളിയും ഉലുവയും കറിവേപ്പിലും പാടെ ഉപ്പും പാടെ മിക്സിയിലിട്ട് അരക്കന്നെ. തേങ്ങയും കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉലുവ, തേങ്ങ, ഉപ്പും പാടെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പിടുക. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. മറക്കണ്ടിട്ട് ആദ്യം നുറുക്ക്, ചെറിയ അരി നുറുക്ക് നല്ലപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർന്നിട്ട് വെള്ളം വാർന്നിട്ട് മിക്സിയിലിട്ട് അരക്കണ്ടില്ലേ. ഇതേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നും പാടെ ഒന്ന് തിളക്കിക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നത് എന്താണെന്നറിയോ? ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തേങ്ങ, വലിയ ജീരകം, ഉലുവ, കറിവേപ്പില എല്ലാം പാടെ ഒന്ന് പൊടിച്ചെടുക്കണം. എല്ലാം പാടെ പൊടിച്ചിട്ട് നമ്മൾ അരി നുറുക്ക് പൊടിച്ചില്ലേ അതിലേക്ക് നമുക്ക് ഇടുക. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളുടെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. കൂന്തൽ കണ്ടില്ലേ? ഇനി കൂന്തൽ നമുക്കിന്ന് നിറച്ചെടുക്കണം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നടാറ് കഴിക്കട്ടില്ല. ഇത് വിരുന്ന് പോയപ്പോൾ അന്യത്തിലെ വീട്ടിൽ നിന്ന് പോയപ്പോൾ അങ്ങനെ ഒന്ന് ഇതാക്കിയതാണ്. നോക്കാൻ കൂന്തൽ നിറക്കണേന് നമ്മൾ മസാല കൂട്ടുന്നില്ലേ, മസാല കൂട്ടാതെ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. നല്ല രസം ഉണ്ടായിരുന്നു. ഇങ്ങനെ കഴിച്ച് നോക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ട് അറിയല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റിൽ എഴുതുക. അങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ടോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ കൂന്തൻ്റെ അല്ലാതെ കളയണിട്ടില്ല, അത് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ കാണിക്കാൻ. അപ്പത്തേക്കും താത്തയെ നിറച്ചത്. അങ്ങനെ ഇതാ എല്ലാ കൂന്തലും നിറച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിന് ശേഷം ഇതാ ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു ഇല ഒക്കെ വാഴയില വയ്ക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് അരവില്ലേ അത് അതിലേക്കിൻ്റെ അടിയിൽ ആദ്യം ഇട്ടൊക്കെ. എന്നിട്ട് നമ്മൾ നിറച്ച കൂന്തലുകൾ അത് അതിൻ്റെ മുകളിലേക്കൊന്ന് വെക്കുക. പിന്നെ നമ്മൾ മസാല കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീൻ പൊടി, മീൻ മസാല എല്ലാം പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എല്ലാവരും കഴിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് പോയി ഇതാ കുക്കറിൽ വെക്കണേ. പുറത്ത് മീൻ വറുക്കുന്നുണ്ട്. ഇതാ റെഡി ആയിക്കണ് കണ്ടില്ലേ. ഒക്കെ റെഡി ആയി. പിന്നെ ഞങ്ങൾ രാത്രി തന്നെ കഴിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഇതാ ഒരു പാത്രത്തിലേക്ക് വെച്ച് ഇതാ പുറത്ത് കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ കഴിക്കാൻ. ഓനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓൻ കഴിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പറാകാരം. എന്നിട്ട് എന്തൊക്കെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായി കാണുക, സ്ലിപ്പ് ചെയ്യാതെ കാണുക. എന്നോടുള്ള ദേഷ്യം ഉണ്ടായാലും വേണ്ട, എൻ്റെ വീഡിയോസ് കാണുന്നു, മറക്കാതെ കാണുക. ഇനി എത്ര വീട്ടിൽ പോയിട്ട് ഇതാണ് ഞാൻ
സുന്ദരമായ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ കാണാതിരിക്കാൻ തോന്നും. അടുത്ത വീഡിയോ കാണുന്നേരം ബൈ.